സുജിത്ത്, ഇടയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ അത് ഈ പറഞ്ഞ ക്യാമറ ട്രാപ്പിലൊക്കെ പെട്ടിരുന്നുവെങ്കിലും പിന്നീട് ആശാൻ എവിടെയാണ് എന്നത് ഏതാണ്ട് പൂർണ്ണമായി അജ്ഞാതമാണോ സുർജിത്ത്? ഇടയ്ക്ക് ക്യാമറ ട്രാപ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നുമുണ്ട്. മാത്രമല്ല RRT സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് വനമേഖലയിലും തോട്ടം മേഖലയിലും അരിച്ചു പെറുക്കുന്നുണ്ട് വനംവകുപ്പ്. പക്ഷേ എന്നിട്ടും കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. എന്നിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല. കുങ്കിയാനകളെ ഇറക്കി എന്നിട്ടും പരിശോധന നടത്തി. ഈ കടുവ മുന്നിലെത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ഇന്നലെ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഏതാണ്ട് ഈ യുവാവിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കല്ലൂർകുന്ന് എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്താണ് കടുവ. നേരത്തെ 2 ദിവസം മുമ്പ് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ നിന്നും പഗ്മാർക്ക് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നത് ആ കടുവയല്ല ഈ കടുവ എന്നാണ്. പക്ഷേ ഇന്നലെ ഈ കടുവ വീണ്ടും ഇവിടേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവ വീണ്ടും എത്തുകയാണ് ഉണ്ടായത്. ഏക ആശ്രയമായിരുന്നു, അതായത് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും സാധാരണ നിലയിലുള്ള കുടുംബമാണ് വാഗയിൽ സന്തോഷിൻ്റെ കുടുംബം. ആ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടാൽ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കണ്ണു കാണാത്തൊരു പിതാവുണ്ട്, വൃദ്ധയായൊരു മാതാവുണ്ട്, ഭാര്യ, 2 മക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ കുടുംബം സന്തോഷിൻ്റെ കുടുംബത്തിലുള്ളത്. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ പശു വളർത്തലും. 2 പശുക്കളുണ്ട്. അതിൽ 2 പശു വളർത്തലും ഒപ്പം തന്നെ ആട് വളർത്തലുമാണ്. അതിൽ 2 പശുക്കളിൽ ഗർഭിണിയായ പശുവിനെ, കന്നിച്ചനെയാണ്, ആ പശുവിനെയാണ് ഇപ്പോൾ ഈ കടുവ കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അത് വലിയ നഷ്ടം തന്നെയാണ് കുടുംബത്തിനുള്ളത്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സംഗതികൾ വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ കടുവയെ കൂട്ടിലാക്കണം. ഇത്ര ദിവസമായിട്ടും കടുവയെ കൂട്ടിലാക്കാൻ കഴിയുന്നില്ല, പിടികൂടാൻ കഴിയുന്നില്ല. വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഉത്തരവുണ്ടായിട്ടും ആ നടപടിയിലേക്ക് കടക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ചും അവർ ജാഗരൂകരായി ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ നോർത്തേൺ CCF ആയിട്ടുള്ള KSDവയും അതോടൊപ്പം തന്നെ DFO ആയിട്ടുള്ള ഷജ്ന കരീമും പൂർണ്ണമായ സമയം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കടുവ എത്തുന്നില്ല മുന്നിൽ എന്നുള്ളതാണ്. അങ്ങനെ മുന്നിൽ ഉചിതമായ ഒരു സന്ദർഭം കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ വെടിവെച്ച് വീഴ്ത്താനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അത് സാധ്യമാകുന്നില്ല. ഏറ്റവും ഒടുവിലാണിപ്പോൾ ഒരു പരീക്ഷണം വനംവകുപ്പ് നടത്തുന്നത്. ഈ പിടിച്ച് കൊന്ന കടുവയെ ഇരയായി കൂട്ടിൽ വെക്കുന്നു. 2 കൂടുകൾ മേഖലയിൽ സ്ഥാപിക്കുന്നു. ആ കൂട്ടിൽ വെച്ച ശേഷം അത് കടുവ ആകർഷിച്ചെത്തും എന്നുള്ള തരത്തിലുള്ള ഒരു കരുതൽ പ്രതീക്ഷ, അതാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ കടുവയെ കൂട്ടിലാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. ആ ദൗത്യമാണ് ഇന്ന് നടക്കുന്നത്. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്തായാലും കണ്ണി കണ്ട തട്ടിക്കളയും എന്നാണ് പ്ലാൻ എന്നറിയാൻ തോന്നുന്നു കടുവയ്ക്ക്. കടുവ അങ്ങ് മുങ്ങി നടക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇതിൻ്റെ ആളെ കൊന്നതിനപ്പുറത്ത് പോയിട്ട് പശുവിനെയൊക്കെ കൊല്ലുന്നുണ്ട്. ഏതാണ്ട് ആ മേഖലയിൽ സജീവമായി ഉണ്ട്. പക്ഷേ നമ്മുടെ തോക്കിൻ്റെ മുമ്പിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ്. ബുദ്ധിയുള്ളവരുവാൻ തോന്നുന്നു.